So dear students, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് the Euler's theorem or adding up a problem ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എക്സോഷൻ തിയറം എന്നൊക്കെ ഇതിൻ്റെ പേരുണ്ട്. Before going to discuss about the Euler's theorem or adding up a problem or the product exhaustion theorem, നമ്മൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദിസ് തിയറി. ഈ ഒരു കോൺസെപ്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇറ്റ് ഈസ് ദ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറിയാണ് ഇതിൻ്റെ ഒരു ഇങ്ങനെയൊരു ഈ ഒരു തിയറി അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എക്സോഷൻ തിയറം അല്ലെങ്കിൽ ആഡിങ് അപ്പ് പ്രോബ്ലം, അത് യൂലേഴ്സ് തിയറം ഒക്കെ വരാനുള്ള കാരണം എന്താണ്? മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറിയാണ്. സോ എന്താണ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറിയിൽ പറഞ്ഞത്? ഒരേ ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. There are some factors of production, or factors of production can be categorized as land, labor, capital and organization. ഈ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ അല്ലെങ്കിൽ റിവാർഡ് അല്ലെങ്കിൽ ഫാക്ടർ പ്രൈസസ്, ലൈക്ക് നമുക്ക് ലേബറിന് വേജ് കിട്ടുന്നു, ലാൻഡിന് റെന്റ് കൊടുക്കുന്നു, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നു. അപ്പം ഇങ്ങനെ ഓരോന്നും നമ്മൾ കൊടുക്കുന്നത്, ദാറ്റ് ഈസ് പ്രൈസ് ഓഫ് ഫാക്ടേഴ്സ് ആർ ഗിവൺ അക്കോർഡിംഗ് ടു ദെയർ മാർജിനൽ പ്രൊഡക്റ്റ്. അവരെന്ത് കോൺട്രിബ്യൂഷനാണ് ടോട്ടൽ പ്രൊഡക്റ്റിന് നൽകിയിട്ടുള്ളത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് റെമ്യൂണറേഷൻ കൊടുക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ലൈക്ക് ഇപ്പം നമ്മളിപ്പം 10 ലേബേഴ്സിൽ നിന്ന് നമ്മൾ ഒരു 15 ലേബർ ആക്കിയപ്പോൾ നമ്മുടെ ടോട്ടൽ പ്രൊഡക്റ്റ് ഒരു 100-ൽ നിന്ന് ഒരു 200 മാറിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റ് ഈ 5 പേരുടെ എൻട്രി കാരണം ടോട്ടൽ പ്രൊഡക്റ്റ് നല്ലോണം ചേഞ്ച് വന്നിട്ടുണ്ട്. ആ ഫിസിക്കലായിട്ട് ചേഞ്ച് ചെയ്യുന്ന ആ ഒരു ടോട്ടൽ പ്രൊഡക്റ്റിൽ ഈ ഇൻപുട്ട് ചേഞ്ച് ചെയ്തത് കാരണം നമ്മുടെ ടോട്ടൽ പ്രൊഡക്റ്റിലുണ്ടായ ഇൻക്രീസ് അല്ലെങ്കിൽ ആ ഒരു ചേഞ്ചിനെയാണ് നമ്മൾ മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് മാർജിനൽ പ്രൊഡക്റ്റ് ഓർ മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ്? അപ്പോൾ മാർജിനൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞു 10 ലേബേഴ്സ് ഉണ്ടായിരുന്നു ഒരു കൊറോണ ആ ഒരു ടൈമിൽ. മാസ്കാണ് നമ്മൾ നോക്കുന്നത്, മാസ്കിൻ്റെ പ്രൊഡക്ഷൻ. അപ്പോൾ നമ്മൾ ഒരാഴ്ചയിൽ നമ്മൾ 100 മാസ്കാണ് ഉണ്ടാക്കുന്നത് വിചാരിക്കുക. ഒരു 11 ലേബേഴ്സ് വന്നപ്പോൾ 15 ലേബേഴ്സ് വന്നപ്പോൾ 100-ൽ നിന്ന് 150 വർദ്ധിച്ചു. ദ പ്രൊഡക്ഷൻ ഓഫ് മാസ്ക് ഹാസ് ബീൻ ഇൻക്രീസ് ടു 150 ഫ്രം 100. 100-ൽ നിന്ന് 150 ആയിട്ട് നമ്മുടെ ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്തു. ദാറ്റ് ഈസ് ഇൻ ടേംസ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഫിസിക്കൽ ക്വാണ്ടിറ്റി അതായത് മാസ്കിൻ്റെ എണ്ണം കൂടി വിത്ത് റെസ്പെക്ട് ടു എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ദിസ് ഇൻക്രീസ് ഇൻ ലേബർ. അപ്പോൾ അവരെന്ത് കോൺട്രിബ്യൂഷനാണ്, എത്രമാത്രമാണ് ടോട്ടൽ പ്രൊഡക്റ്റിലുള്ള ചേഞ്ച്, അതാണ് നമ്മൾ മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ ടോട്ടൽ പ്രൊഡക്റ്റ് ഓർ ടോട്ടൽ ഔട്ട്പുട്ട് ഹാസ് 1 അഡീഷണൽ യൂണിറ്റ് ഓഫ് ഇൻപുട്ട് ഈസ് ആഡഡ് ടു ദ പ്രൊഡക്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറി നിങ്ങൾക്ക് പഠിക്കാനില്ല. നിങ്ങൾക്ക് പഠിക്കാനുള്ളത് യൂലേഴ്സ് തിയറം, ആഡിങ് അപ്പ് പ്രോബ്ലം അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എക്സോഷൻ തിയറം. ഇതൊക്കെയാണ്. ഇത് 3ഉം സെയിം ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞാൽ മാത്രമേ നമുക്കതിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എക്സാമിന് ക്വസ്റ്റ്യന് നിങ്ങൾ എഴുതുമ്പോൾ 5 മാർക്കിനൊക്കെ വരാറുണ്ട്, 3 മാർക്കിനും ചോദിക്കാം. അപ്പോൾ എന്താണ് അതിൻ്റെ കോൺസെപ്റ്റ്? വാട്ട് ഡു യു മീൻ ബൈ പ്രൊഡക്റ്റ് എക്സോഷൻ തിയറം എന്ന് പറഞ്ഞാൽ ദ ബാക്ക്ഗ്രൗണ്ട് ആദ്യം പറയണം. മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറി എന്താണ്? മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറി പറയുന്നത്, ദി പ്രൈസസ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഹാസ് ബീൻ ബേസ്ഡ് ഓൺ ഓർ റിവാർഡഡ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ മാർജിനൽ പ്രൊഡക്റ്റ്. എന്താണ് മാർജിനൽ പ്രൊഡക്റ്റ്? ചേഞ്ച് ഇൻ ടോട്ടൽ പ്രൊഡക്റ്റ് ഹാസ് 1 അഡീഷണൽ യൂണിറ്റ് ഓഫ് ഇൻപുട്ട് ഈസ് ആഡഡ് ടു ദ പ്രൊഡക്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു 100-ൽ നിന്ന് 150 ടോട്ടൽ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്തു. എത്രയാണ് ചേഞ്ച് വന്നത്? 50 ചേഞ്ച് വന്നത്. നമ്മുടെ ഒരു 5 ലേബർ യൂണിറ്റ് നമ്മൾ ആഡ് ചെയ്തപ്പോൾ നമ്മുടെ ടോട്ടൽ ഔട്ട്പുട്ടിൽ എന്ത് അഡീഷനാണ് സംഭവിച്ചത് അല്ലെങ്കിൽ എന്ത് ചേഞ്ച് ആണ് വന്നിട്ടുള്ളത് എന്നാണ് നമ്മൾ മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം TPN - TPN - 1 ആണ് എന്ത്? മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ്. So we are going to discuss the adding up problem. Okay, so
As soon as it was propounded that the factors of production are paid equal to their marginal product, a difficult problem cropped up over which there have been a serious debate among the famous economists. അതായത് നമ്മൾ പറഞ്ഞു മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറി. അതിനകത്ത് നമ്മൾ എന്താണ് പറഞ്ഞത്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ പെയ്ഡ്. അവർക്ക് റിവാർഡ് കൊടുക്കുന്നത് അവരുടെ മാർജിനൽ പ്രൊഡക്ടിവിറ്റിക്ക് അനുസരിച്ചിട്ടാണ്. അപ്പോൾ കുറേ എക്കണോമിസ്റ്റ് ക്വസ്റ്റ്യൻസ് വന്നു, അവരുടെ മനസ്സിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു. ആ ക്വസ്റ്റ്യൻ ഇതാണ്: if all factors of production were paid rewards equal to their marginal product, would the total product be just exactly exhausted? എക്സോസ്റ്റഡ് എന്ന് പറഞ്ഞാൽ തീർന്നു പോവുക. ഓക്കെ, അതായത് നമ്മൾ പറയുവാണ്, നമ്മളൊരു ചെറിയൊരു കഫേ ഉണ്ട്, ഒരു കോഫി ഷോപ്പ്. അവിടെ നമ്മളിപ്പം പറയുവാണെങ്കിൽ അവിടെ 4 ലേബേഴ്സ് ഉണ്ട്, അവിടെ ഒരു മെഷീൻ ഉണ്ട്, അവിടെ ഒരു ഓൺട്രപ്രണറും ഉണ്ട്. അപ്പം നമ്മൾ പറയുവാണ്, നമ്മളിപ്പം അവിടെ ഒരു മാസം നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുവാണെങ്കിൽ ഒരു മാസം നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 1000 rupees-ആണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ലേബർ ചാർജ് എന്ന് പറയുന്നത് 500 ആണെന്ന് വിചാരിക്കാം, ആൻഡ് ക്യാപിറ്റലിന് കൊടുക്കുന്നത് 500 തന്നെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇവരുടെ മാർജിനൽ പ്രൊഡക്ടിവിറ്റിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ, ഓക്കെ, മാർജിനൽ പ്രൊഡക്ടിവിറ്റിക്കാണ് അനുസരിച്ചിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ടോട്ടൽ നമ്മൾ ഇവിടെ വരുമ്പോൾ നമ്മൾ ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? ലേബറിൻ്റെ കോസ്റ്റ് എത്രയാണ്? 500, ആൻഡ് ക്യാപിറ്റലിൻ്റെ കോസ്റ്റ് എത്രയാണ്? 500. രണ്ടും കൂടി കൂട്ടിയാൽ എത്രയാണ്? 1000 അല്ലേ? രണ്ടും കൂടി കൂട്ടിയാൽ 1000. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ പറയുവാണ് നമ്മുടെ റവന്യൂ എത്രയാണ്? റവന്യൂ 1000 ആണ്. അപ്പം നമ്മൾ പറയുവാണ് നമ്മുടെ കോസ്റ്റ് കോസ്റ്റ് സെയിം ആസ് ദ റവന്യൂ, അല്ലെ ടോട്ടൽ റവന്യൂവും ടോട്ടൽ കോസ്റ്റും. അല്ലെങ്കിൽ നമ്മൾ പറയുവാണ് ലൈക്ക് ഇപ്പം നമ്മൾ നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനായ ലേബറിനും അതുപോലെ തന്നെ ക്യാപിറ്റലിനും നമ്മൾ അവരുടെ മാർജിനൽ പ്രൊഡക്ടിവിറ്റിക്ക് അനുസരിച്ചിട്ട് നമ്മൾ റിവാർഡ് കൊടുത്താൽ നമ്മുടെ കയ്യിൽ ബാക്കിയൊന്നും ഉണ്ടാവില്ല. അതായത് 500 അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിലൊന്നും ഉണ്ടാവില്ല. ഈ 1000 ആണ് നമുക്ക് കിട്ടിയ ടോട്ടൽ റവന്യൂ. ആ ടോട്ടൽ റവന്യൂവിൽ നമ്മൾ 500 രൂപ ലേബേഴ്സിന് കൊടുത്തു, 500 രൂപ നമ്മൾ ക്യാപിറ്റലിന് കൊടുത്തു, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുത്തു. അപ്പോൾ ഇതിന് നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ ടോട്ടൽ പ്രൊഡക്റ്റിൽ എക്സോസ്റ്റ് ഇഫ് ദ ഫാക്ടേഴ്സ് ആർ പെയ്ഡ് അക്കോർഡിംഗ് ടു ദെയർ മാർജിനൽ പ്രൊഡക്റ്റ്. ഇതാണ് എന്താണ് ആഡിങ് അപ്പ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എക്സോഷൻ തിയറം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് അവിടെ നമ്മൾ പറയുന്നത് എന്താണ്? ക്വസ്റ്റ്യൻ എന്താണ് വന്നത്? ക്വസ്റ്റ്യൻ നമ്മൾ വന്നത് മാർജിനൽ പ്രൊഡക്ടിവിറ്റീൻ്റെ ബേസിസിൽ നമ്മൾ റിവാർഡ് കൊടുക്കുകയാണെങ്കിൽ ടോട്ടൽ പ്രൊഡക്റ്റ് എക്സോസ്റ്റ് ചെയ്യുമെന്നാണ് കുറേ ആൾക്കാർ ചോദിച്ചത്. അതായത് മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറിയിൽ എന്താണ് പറയുന്നത്? ഈ ഫാക്ടേഴ്സ് ഷുഡ് ബി റിവാർഡഡ് അക്കോർഡിംഗ് ടു ദർ മാർജിനൽ പ്രൊഡക്റ്റ്. അപ്പോൾ ഇങ്ങനെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറി നമ്മൾ ഫോളോ ചെയ്യുവാണെങ്കിൽ ടോട്ടൽ പ്രൊഡക്റ്റ് തീർന്നു പോവും, അല്ലെങ്കിൽ അത് എന്താണ് ടോട്ടൽ പ്രൊഡക്റ്റ് വിൽ ബി ജസ്റ്റ് എക്സോസ്റ്റഡ് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ദെൻ in other words, if each factor is rewarded equal to its margin product, the total product should be disposed of without any surplus or deficit. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു 1000 രൂപയിൽ 500 രൂപ നമ്മൾ 500 രൂപയിൽ നമ്മൾ ലേബറിൻ്റെ ചാർജായിട്ടും 500 രൂപ നമ്മൾ ക്യാപിറ്റലിൻ്റെ ചാർജായിട്ടും കൊടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് എന്തില്ല? ഡെഫിസിറ്റും ഇല്ല, സർപ്ലസും ഇല്ല. നെഗറ്റീവിലേക്കും പോയിട്ടില്ല, നമുക്ക് സർപ്ലസിലേക്കും പോയിട്ടില്ല. അപ്പം തീർന്നു പോയി, നമ്മുടെ കയ്യിലുള്ള പൈസ മുഴുവൻ തീർന്നു പോയി, 0. അല്ലെങ്കിൽ നമ്മൾ പറയുവാണ് എക്സോസ്റ്റഡ്, തീർന്നു പോയി. ടോട്ടൽ പ്രൊഡക്റ്റ് ഓർ റവന്യൂ ഹാസ് ബീൻ exhausted without any surplus or deficit. അപ്പോൾ നമ്മൾ പറഞ്ഞ പോയിന്റ്സ് നിങ്ങൾ ഓർത്ത് വെക്കുക. മാർജിനൽ പ്രൊഡക്ടിവിറ്റീൻ്റെ തിയറി നമ്മൾ ഫോളോ ചെയ്യുവാണെങ്കിൽ, മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറി നമ്മൾ ഫോളോ ചെയ്യുവാണെങ്കിൽ ടോട്ടൽ പ്രൊഡക്റ്റ് വിൽ ജസ്റ്റ് എക്സോസ്റ്റഡ് if we are paying the factor payment according to their marginal product, and will make us no surplus or no deficit. സർപ്ലസും ഉണ്ടാവില്ല, ഡെഫിസിറ്റും ഉണ്ടാവില്ല. The problem of proving that the total production will be just exhausted if all the factors are paid rewards equal to their marginal product has been known as adding up problem or product exhaustion problem. അപ്പം നമ്മളെ പ്രോബ്ലം എന്താണ്? നമ്മളെ
ഫാക്ടർ റിവാർഡ്സ് അല്ലെങ്കിൽ നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ കൊടുക്കുന്ന പേയ്മെൻറ്റ്, റെൻറ്റ് കൊടുക്കുന്നു ലാൻഡിന്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്നു ക്യാപിറ്റലിന്, അല്ലെങ്കിൽ ഓർഗനൈസേഷന് പ്രോഫിറ്റ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ലേബറിന് നമ്മൾ എന്ത് കൊടുക്കുന്നു, നമ്മൾ വേജ് കൊടുക്കുന്നു. പക്ഷേ ഈ ഒരു മോഡലിൽ നമ്മൾ 2 ഫാക്ടേഴ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. അത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. ലേബറും ക്യാപിറ്റലിൻ്റെയും കേസ് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ലേബറിനെ നമ്മൾ വേജ് അക്കോർഡിംഗ് ടു ദെയർ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബറിനനുസരിച്ചിട്ട് നമ്മൾ ലേബറിന് വേജ് കൊടുക്കുമ്പോഴും, അതുപോലെ തന്നെ ക്യാപിറ്റലിൻ്റെ മാർജിനൽ പ്രൊഡക്ടിവിറ്റിക്ക് അനുസരിച്ചിട്ട് ക്യാപിറ്റലിന് നമ്മൾ റിവാർഡ് കൊടുക്കുമ്പോഴും അവിടെ ടോട്ടൽ പ്രൊഡക്റ്റ് എക്സോസ്റ്റ് ചെയ്യും, തീർന്നു പോവും. അതാണ് ഇവിടെ ആഡിങ് അപ്പ് പ്രോബ്ലം അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എക്സോഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറയുവാണ് if factors are paid according to their marginal product, then total product will be exhausted. ഇതാണ് പ്രൊഡക്റ്റ് എക്സോഷൻ തിയറം. അപ്പോൾ പ്രൊഡക്റ്റ് എക്സോഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ പ്രോബ്ലം, ആ വേർഡിൽ തന്നെ പ്രോബ്ലം ഉണ്ട്. എന്താണ് പ്രോബ്ലം? മാർജിനൽ പ്രൊഡക്ടിവിറ്റിക്ക് അനുസരിച്ചിട്ട് നമ്മൾ എന്താണ് പേയ്മെൻറ്റ്സ് കൊടുക്കുവാണ്, ഫാക്ടേഴ്സിന് റിവാർഡ് കൊടുക്കുവാണ് അക്കോർഡിംഗ് ടു ദെയർ മാർജിനൽ പ്രൊഡക്ടിവിറ്റി. then total product will exhaust. ഇതാണ് നമ്മൾ പ്രൊഡക്റ്റ് എക്സോഷൻ പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, then the 2 solution to the problem of product exhaustion have been put forwarded. അതായത് ഈ നമ്മൾ പറഞ്ഞു, നമ്മൾ മാർജിനൽ പ്രൊഡക്ടിവിറ്റിക്ക് അനുസരിച്ചിട്ട് നമ്മൾ റിവാർഡ് കൊടുക്കുകയാണെങ്കിൽ ടോട്ടൽ പ്രൊഡക്റ്റ് എക്സോസ്റ്റ് ചെയ്യും. ഇതാണ് നമ്മുടെ പ്രോബ്ലം. ഈ പ്രോബ്ലത്തിന് സൊല്യൂഷനായിട്ട് 2 പേര് വന്നിട്ടുണ്ട്. ഒന്നാമത്തെ ആൾ വിക്സ്റ്റീഡ്, ഫിലിപ്പ് എച്ച് വിക്സ്റ്റീഡ്. അദ്ദേഹത്തിൻ്റെ പിന്നെ ബുക്കിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ആർട്ടിക്കിളിൻ്റെ പേര് an essay on the coordination of laws of distribution, which was published in the year 1894, and who assumed the operation of constant returns to scale in production. അപ്പോൾ നമ്മൾ പറയുവാണ്, നമ്മൾ ഈ പ്രോബ്ലം നമ്മൾ ഓൾറെഡി പറഞ്ഞ പ്രൊഡക്റ്റ് എക്സോഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാക്ടർ പേയ്മെൻറ്റ്സ് അക്കോർഡിംഗ് ടു ദെയർ മാർജിനൽ പ്രൊഡക്ടിവിറ്റി, ദെൻ ടോട്ടൽ പ്രൊഡക്റ്റ് വിൽ എക്സോസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലത്തിന് ഈ ഒരു സൊല്യൂഷനായിട്ട് വന്നത് വിക്സ്റ്റീഡ് ആണ്. അപ്പോൾ വിക്സ്റ്റീഡ് അസ്യൂം ചെയ്തത് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ അല്ലെങ്കിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ അവിടെ ലീനിയർലി ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, അതായത് നമ്മൾ ലേബർ അല്ലെങ്കിൽ ക്യാപിറ്റൽ നമ്മൾ 2 മടങ്ങ് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഔട്ട്പുട്ടും 2 മടങ്ങ് വർദ്ധിപ്പിക്കപ്പെടും. ഇതാണ് നമ്മൾ കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ പറയുന്നത്. അപ്പോൾ ഇത് ഇദ്ദേഹം യൂലേഴ്സ് തിയറം ഒന്ന് സോൾവ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഓക്കെ, ദെൻ second important solution has been provided by G.R. Hicks and R.A. സാമുവൽസണും ഹിക്സും ആണ് രണ്ടാമത്തെ മോഡല് കൊണ്ടുവന്നിട്ടുള്ളത്, അല്ലെങ്കിൽ രണ്ടാമത്തെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മോഡലാണ് അദ്ദേഹം ഇതിൻ്റെ സൊല്യൂഷൻ കൊടുത്തിട്ടുള്ളത്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മോഡലിൽ കൂടിയാണ്. ദെൻ നമ്മൾ അസംഷൻസിലേക്കാണ് പോകുന്നത്. വാട്ട് ആർ ദ അസംഷൻസ് ഓഫ് ദിസ് ആഡിങ് അപ്പ് പ്രോബ്ലം അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എക്സോഷൻ പ്രോബ്ലം അല്ലെങ്കിൽ നമ്മൾക്ക് പറയാം യൂലേഴ്സ് തിയറം. ഇതിൻ്റെ എല്ലാം അസംഷൻസ് എന്തൊക്കെയാണ്? അതുപോലെ തന്നെ നമ്മൾ ക്ലാർക്ക് വിക്സ്റ്റീഡ് വാൾറസ് പ്രൊഡക്റ്റ് എക്സോഷൻ തിയറം, ഇതിൻ്റെയും അസംഷൻ സെയിം ആണ് കേട്ടോ. അപ്പോൾ എല്ലാത്തിൻ്റെയും അസംഷൻ സെയിം തന്നെയാണ്. അപ്പോൾ ഒന്നാമത്തെ അസംഷൻ എന്താണെന്ന് നോക്കാം. ദർ ആർ 2 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അവിടെ 2 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ, ലേബറും ക്യാപിറ്റലും. One among the factors are held constant so that a variable factor can be increased to know the marginal product. അതായത് ലേബറും ക്യാപിറ്റലും മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ലേബറും ക്യാപിറ്റലും ഒന്ന് അതിനകത്ത് വേരിയബിൾ ഫാക്ടറും ഒന്ന് ഫിക്സഡ് ഫാക്ടറുമാണ്. There are 2 factors of production. Among those variable among those factors, the labor are held variable factor and capital as a fixed factor. അതായത് നമ്മൾ മാർജിനൽ പ്രൊഡക്ടിവിറ്റിൻ്റെ ബേസിസിലാണ് നമ്മൾ ഈ ഒരു ആഡിങ് അപ്പ് പ്രോബ്ലം ആയാലും പ്രൊഡക്റ്റ് എക്സോഷൻ തിയറം ആണെങ്കിലും കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ മാർജിനൽ പ്രൊഡക്റ്റ് കാണാൻ വേണ്ടിയിട്ട്, മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേരിയബിൾ ഇൻപുട്ട്
ലൈക്ക് നമ്മൾ ലേബറിൻ്റെ എണ്ണം നമ്മൾ ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ടോട്ടൽ പ്രൊഡക്റ്റിൽ എത്ര മാറ്റമാണ് ഉണ്ടാവുക, അതാണ് മാർജിനൽ പ്രൊഡക്റ്റ്. അപ്പോൾ ഈ മാർജിനൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അഡിഷൻ ടു ടോട്ടൽ പ്രൊഡക്റ്റ് വെൻ ആഡഡ് വൺ ഇൻപുട്ട് ഈസ് ആഡഡ്. അപ്പോൾ വൺ ഇൻപുട്ട് ഈസ് ആഡഡ് എന്ന് പറയുമ്പോൾ നമ്മളവിടെ പറയുന്നത് വേരിയബിൾ ഫാക്ടറിൻ്റെ നോക്കിയിട്ടാണ് മാർജിനൽ പ്രൊഡക്റ്റ് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ അതെന്ത് വേണം? ഒരു വേരിയബിൾ ഫാക്ടർ വേണം. എന്തിനു വേണ്ടിയിട്ട്? ഈ മാർജിനൽ പ്രൊഡക്റ്റിലുള്ള ഇൻക്രീസ് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വേരിയബിൾ ഫാക്ടറിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ നമ്മളിവിടെ അസംഷൻസിൽ നമ്മൾ പറയുന്നത് ഒന്നാമത്തെ അസംഷൻ ദർ ആർ ഓൺലി 2 factors of production, labor and capital, and here we assume one factor as a constant or one factor as fixed and another factor as variable. Then it assume the production function which is homogeneous of degree 1, അല്ലെങ്കിൽ linear production function, linear standardized production function with the first degree implies invariable returns to scale, അല്ലെങ്കിൽ അവിടെ constant returns to scale. ഇൻവാരിയബിൾ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ് അവിടെ പിന്നെ അസ്യൂം ചെയ്യുന്നത്. ലീനിയർ ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനുമാണ് ദാറ്റ് ഈസ് ഓഫ് ഫസ്റ്റ് ഡിഗ്രി ആണ് എന്നാണ് പറയുന്നത്. ലീനിയർ ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അവിടെ ഡിഗ്രി ഓഫ് ഹോമോജിനിറ്റി എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആണ്. ലീനിയർ ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആൻഡ് ഡിഗ്രി ഓഫ് ഹോമോജിനിറ്റി ഈക്വൽ ടു 1. നെക്സ്റ്റ് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ്. കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫ് ഇൻപുട്സ് ആർ ഡബിൾഡ് ഔട്ട്പുട്ട് വിൽ ഓൾസോ ഗെറ്റ് ഡബിൾഡ്. ഇൻപുട്സ് നമ്മൾ 2 ഇരട്ടിയായിട്ട് നമ്മൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഔട്ട്പുട്ടും അതേ പ്രൊപ്പോർഷനിൽ തന്നെ ഇൻക്രീസ് ചെയ്തോളും എന്നാണ് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ പറയുന്നത്. അടുത്ത എന്താണ്? ഫാക്ടർ കോംപ്ലിമെൻറ്റാരിറ്റി. ഫാക്ടർ കോംപ്ലിമെൻറ്റാരിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സബ്സ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം ടീയും കോഫിയും സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ്. ഒന്നിന് പകരം നമുക്ക് മറ്റൊന്ന് യൂസ് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയുന്നത്. കോംപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ കോംപ്ലിമെൻ്ററി പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നില്ലാതെ മറ്റൊന്ന് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം പെന്ന് ആൻഡ് ഇങ്ക് ഇപ്പം അതില്ല, എന്നാലും നമുക്ക് പെന്നിൻ്റെ ഫങ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇങ്ക് നിറയ്ക്കണം. അതുപോലെ തന്നെ നമ്മൾ ബ്രെഡ് ആൻഡ് ബട്ടർ, അപ്പം ബ്രെഡ് ഇല്ലാതെ ബട്ടർ മാത്രം കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ല. അപ്പം നമ്മളിവിടെ ഫാക്ടർ കോംപ്ലിമെൻറ്റാരിറ്റി എന്ന് പറയുന്നത് അവിടെ ക്യാപിറ്റലും ഉണ്ട് ലേബറും ഉണ്ട്. ദർ ആർ 2 factors of production. ക്യാപിറ്റൽ പ്രവർത്തിക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? ലേബർ വേണം. The factors of production must be used together. അവർ രണ്ടുപേരും, അതായത് 2 factors of production ഒരുമിച്ചും അവിടെ യൂസ് ചെയ്യപ്പെടണം. എന്നാൽ മാത്രമേ അവിടെ നമുക്ക് എന്താണ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഫിക്സഡ് ഫാക്ടറിൻ്റെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ അടുത്തത് ഇതിൻ്റെ നേരത്തെ എക്സാമ്പിളാണ് അവിടെ പറഞ്ഞത്. ഫാക്ടർ കോംപ്ലിമെൻറ്റാരിറ്റി എന്ന് പറഞ്ഞാൽ ഇഫ് എ വേരിയബിൾ ഫാക്ടർ ഇൻക്രീസസ് ഇറ്റ് ഇൻക്രീസസ് ദ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ഫിക്സഡ് ഫാക്ടർ. അതാണ് ഫാക്ടർ കോംപ്ലിമെൻറ്റാരിറ്റിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഡെഫിനേഷൻ. There are 2 factors of production, labor and capital. Labor is taken as a variable factor and capital is taken as a fixed factor. And if variable factor increases ചെയ്യുവാണെങ്കിൽ അത് ഫിക്സ്ഡ് ഫാക്ടറിൻ്റെ മാർജിൻ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനെ സഹായിക്കുന്നു എന്നാണ് ഫാക്ടർ കോംപ്ലിമെൻറ്റാരിറ്റിയിൽ പറയുന്നത്. ആൻഡ് if we increase the labor and it will increase the margin productivity of capital. If we increase the labor, നമ്മളിപ്പം വേരിയബിൾ ഫാക്ടർ നമ്മൾ ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് വിൽ ഇൻക്രീസ് ദ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ഫിക്സഡ് ഫാക്ടർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വേരിയബിൾ ഫാക്ടർ ആയിട്ട് എടുത്തത് ലേബർ ആണെങ്കിൽ ലേബറിൻ്റെ എമൗണ്ട് കൂട്ടുമ്പോൾ അവിടെ ക്യാപിറ്റലിൻ്റെ മാർജിൻ പ്രൊഡക്ടിവിറ്റിയും ഇൻക്രീസ് ചെയ്യപ്പെടും എന്നാണ് പറയുന്നത്. ബിക്കോസ് ദേ ആർ കോംപ്ലിമെൻ്ററി, ദേ ആർ യൂസ്ഡ് ഇൻ ടുഗെദർ അല്ലെങ്കിൽ ഒരുമിച്ചാണ് അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്യാപിറ്റൽ പ്രവർത്തിക്കണം അല്ലെങ്കിൽ മെഷീൻ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? അവിടെ ലേബറിൻ്റെ യൂസ് വേണം. ഓക്കെ, ജസ്റ്റ് ലൈക്ക് ബ്രെഡ് ആൻഡ് ബട്ടർ. ആൻഡ് അവിടെ നമ്മൾ പറയുന്നത് അസ്യൂംസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ക്യാൻ ബി ഡിവിസിബിൾ. നമ്മൾ ഡിവിസിബിൾ എന്ന് പറഞ്ഞാൽ അവിടെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം നമ്മൾ പറയുവാണ് ലേബേഴ്സ് ഉണ്ട്, 10 ലേബേഴ്സ് ഉണ്ട്, അതിനകത്ത് 2 ലേബേഴ്സ്
നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു, അവരെ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുന്നു. ഇപ്പോൾ അച്ചാറാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മുറിച്ചിടാൻ വേണ്ടിയിട്ട്, കഷ്ണങ്ങൾ മുറിക്കാൻ വേണ്ടിയിട്ട് അവരെ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിടുന്നു. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ 2 പേരെ കുക്ക് ചെയ്യുന്നതിൽ നമ്മൾ വിടുന്നു, 2 പേരെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, 2 പേരെ നമ്മൾ വേറെ എന്തെങ്കിലും പ്രൊമോഷന് വേണ്ടിയിട്ട് നമ്മൾ വിടുന്നു. ഓക്കെ, അങ്ങനെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ക്യാൻ ബി ഡിവൈഡഡ് ഓർ ഇറ്റ് ഈസ് ഡിവിസിബിൾ, പെർഫെക്റ്റ്ലി ഡിവിസിബിൾ. അടുത്തത്, the relative share of factors are constant. The relative share of factors are constant and independent of level of output. Factor share അത് കോൺസ്റ്റൻ്റ് ആണ് ആൻഡ് അത് ലെവൽ ഓഫ് ഔട്ട്പുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ലെവൽ ഓഫ് ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഫാക്ടർ ഷെയർ ചേഞ്ച് ചെയ്യില്ല. അവിടെ എന്തില്ല, അത് രണ്ടും ഇൻഡിപെൻഡൻ്റ് ആണ്. ദറ്റ് ഈസ് റിലേറ്റീവ് ഷെയർ ഓഫ് ലേബർ ആൻഡ് റിലേറ്റീവ് ഷെയർ ഓഫ് ക്യാപിറ്റൽ ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഓർ ഇൻഡിപെൻഡൻ്റ് ഓഫ് ലെവൽ ഓഫ് ഔട്ട്പുട്ട്. അടുത്ത പറയുന്നത് ദർ ഈസ് സ്റ്റേഷനാരിറ്റി ഓർ സ്റ്റേഷനറി റിസ്ക്ലെസ് ഇക്കോണമി. റിസ്ക്ലെസ് ആണ് കേട്ടോ, അതവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. റിസ്ക്ലെസ് ഇക്കോണമി വേർ ദർ ആർ നോ പ്രോഫിറ്റ്. അതായത് നമ്മളിവിടെ പറഞ്ഞു, നമ്മളിപ്പം നമ്മളെ കോസ്റ്റിന് ഇപ്പം നമ്മൾ ഷെയർ ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ലേബറിന് കൊടുക്കുന്ന ആ ഒരു ലേബറിൻ്റെ കോസ്റ്റും ക്യാപിറ്റലിൻ്റെ കോസ്റ്റും ഇത് രണ്ടും കൂട്ടിയാൽ നമുക്കിപ്പം ടോട്ടൽ റവന്യൂ കിട്ടും. ലൈക്ക് ഇപ്പം നമ്മൾ പറയുവാണ് ലേബറിന് വന്ന ചാർജ് 5,000 റുപ്പീസാണ്, ക്യാപിറ്റലിന് വന്ന ചാർജ് 5,000 റുപ്പീസാണ്. നമ്മൾ ഉണ്ടാക്കുന്നത് കോഫിയാണ്, നമ്മൾ വിൽക്കുന്നത് കോഫി ഷോപ്പാണ്, അല്ലെങ്കിൽ അതിനകത്ത് കുറച്ച് സ്നാക്സ് ഒക്കെയാണ് വിൽക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഒരു മാസം കിട്ടുന്നത് ഇപ്പം 10,000 റുപ്പീസ് ആണെങ്കിൽ 5,000 റുപ്പീസ് ക്യാപിറ്റലിനും 5,000 റുപ്പീസ് ലേബറിനും കൊടുത്താൽ ടോട്ടൽ പ്രൊഡക്റ്റ് ഒന്നുമില്ല, ടോട്ടൽ റവന്യൂ അവിടെ ഒന്നുമില്ല അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ പറയുന്നത് അവിടെ ദർ ഈസ് നോ പ്രോഫിറ്റ്, അവിടെ പ്രോഫിറ്റ് ഇല്ല. ദറ്റ് ഈസ് ദർ ഈസ് നോ സർപ്ലസ് ഓർ ദർ ഈസ് നോ ഡെഫിസിറ്റ്. ഡെഫിസിറ്റും ഇല്ല, സർപ്ലസും ഇല്ല, പ്രോഫിറ്റ് ഇല്ല. അവിടെ നോർമൽ ഇക്കോണമിയാണ്, ഡൈനാമിക് ഇക്കോണമി അല്ല, അവിടെ സ്റ്റാറ്റിക് ഇക്കോണമിയാണ്, റിസ്ക്ലെസ് ഇക്കോണമിയാണ്. ഓക്കെ, ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, വെരി 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 ഇമ്പോർട്ടൻറ്റ്, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ദറ്റ് ഈസ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ഒരിക്കലും റിയൽ വേൾഡിൽ നമുക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ല. ആൻഡ് റിയൽ വേൾഡ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും പറയുന്നത് എന്താണ്, ലോങ് റൺ. സോ ഇറ്റ് അപ്ലൈസ് ഓൺലി ഇൻ ലോങ് റൺ. അപ്പോൾ ഇത്രയുമാണ് അസംഷൻസിൽ നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പ്രൊഡക്റ്റ് എക്സോഷൻ തിയറത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്താണ് പ്രൊഡക്റ്റ് എക്സോഷൻ തിയറം? ദറ്റ് ഈസ് ഇഫ് ഫാക്ടേഴ്സ് of production are rewarded equal to their marginal product, they will exhaust total product. അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ ലേബറും ക്യാപിറ്റലുമാണ് എടുക്കുന്നത്. ലേബറും ക്യാപിറ്റലും അവരുടെ മാർജിനൽ പ്രൊഡക്ടിവിറ്റിക്ക് അനുസരിച്ചിട്ട് അവർക്ക് റിവാർഡ് കൊടുക്കുകയാണെങ്കിൽ ടോട്ടൽ പ്രൊഡക്റ്റ് തീർന്നു പോകും അല്ലെങ്കിൽ എക്സോസ്റ്റ് ചെയ്യപ്പെടും എന്നാണ് പ്രൊഡക്റ്റ് എക്സോഷൻ തിയറം പറയുന്നത്. ആഡിങ് അപ്പ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഈ ഒരു 2 കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക, പഠിക്കുക നിർബന്ധമായിട്ടും. In a competitive factor market, when every factor employed in the production process is paid a price equal to the value of its marginal product, then factor payments to the factors exhaust total revenue product. അതായത് ഇവിടെ നമ്മൾ പറയുന്നത് ആഡിങ് അപ്പ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൊഡക്റ്റ് എക്സോഷൻ തിയറം ഒന്നുകൂടി നമ്മൾ പറയുവാണ്. നമ്മൾ പറഞ്ഞു എന്താണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ അവർക്ക് റിവാർഡ് കൊടുക്കുന്ന അല്ലെങ്കിൽ അവർക്ക് റെമ്യൂണറേഷൻ അല്ലെങ്കിൽ അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്നത്, അതായത് വേജും ഇൻട്രസ്റ്റും കൊടുക്കുന്നത് നമ്മൾ ലേബറിൻ്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ മാർജിൻ പ്രൊഡക്റ്റിൻ്റെ അനുസരിച്ചിട്ടാണ്, അല്ലെങ്കിൽ ക്യാപിറ്റലിൻ്റെ മാർജിൻ പ്രൊഡക്റ്റിൻ്റെ അനുസരിച്ചിട്ടാണെങ്കിൽ ടോട്ടൽ പ്രൊഡക്റ്റ് അവിടെ തീർന്നു പോകും. ഓക്കെ, ഇനി നമ്മൾ പറയുവാണ് ആഡിങ് അപ്പ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇവരുടെ മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മൾ പറയുവാണ് വാല്യൂ ഓഫ് ഇറ്റ്സ് മാർജിനൽ പ്രൊഡക്റ്റ്, അതായത് ക്യാപിറ്റലിൻ്റെ വാല്യൂ ഓഫ് മാർജിനൽ പ്രൊഡക്റ്റ് VMP, അതുപോലെ തന്നെ ലേബറിൻ്റെ വാല്യൂ ഓഫ് മാർജിനൽ പ്രൊഡക്റ്റ്, ഇത് രണ്ടും ആഡ് ചെയ്താൽ ടോട്ടൽ വാല്യൂ ഓഫ് പ്രൊഡക്റ്റ് കിട്ടും. അതായത് നമ്മൾ ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ റവന്യൂ ആണെങ്കിൽ
അല്ലെങ്കിൽ ടോട്ടൽ വാല്യൂ ഓഫ് പ്രൊഡക്റ്റ് ആണെങ്കിൽ അവിടെ ദാറ്റ് ഈസ് ടോട്ടൽ പ്രൊഡക്റ്റ് വിൽ എക്സോസ്റ്റ് എന്നാണ് ആഡിങ് അപ്പ് പ്രോബ്ലത്തിൽ പറഞ്ഞത്. ദെൻ നമുക്ക് ഈ ഇനി പറയുന്ന ഈ ടേംസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് നിങ്ങൾ ഓർത്തിരിക്കണം. വാല്യൂ ഓഫ് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ VMPL ആൻഡ് വാല്യൂ ഓഫ് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ ദാറ്റ് ഈസ് VMPK. അടുത്തത് MPL. MPL എന്ന് പറയുമ്പോൾ ഇവിടെ L എന്ന് പറയുന്നത് MP, അതിൻ്റെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് ഇവിടെ വേണം എഴുതാൻ. ഞാനത് ഒരുമിച്ച് എഴുതുന്നു മാത്രമേ ഉള്ളൂ. MPL എന്ന് പറഞ്ഞാൽ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ, MPK എന്ന് പറഞ്ഞാൽ എന്താണ്, മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ. ആൻഡ് നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു വാല്യൂ ഓഫ് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ, വാല്യൂ ഓഫ് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു, VMPKയും VMPLും. അപ്പോൾ VMPL എന്ന് പറഞ്ഞാൽ എന്താണ്, മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ഇൻറ്റു ഇറ്റ്സ് പ്രൈസ്. അപ്പോൾ എന്താണ് വാല്യൂ ഓഫ് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ? ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. വാല്യൂ ഓഫ് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ എന്ന് പറഞ്ഞാൽ മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ഇൻറ്റു പ്രൈസ് ഓഫ് ലേബർ അല്ലെങ്കിൽ വേജ്. അതുപോലെ തന്നെ നമ്മൾ വാല്യൂ ഓഫ് ദി മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻറ്റു പ്രൈസ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ്. ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം. ദെൻ P എന്ന് പറഞ്ഞാൽ പ്രൈസ് ആണ്. ഓക്കെ, ദെൻ നമ്മൾ പറയുവാണ്, നമ്മളിനി മാത്തമാറ്റിക്കലായിട്ട് പറയാൻ പോവുകയാണ്. നമുക്കറിയാം വാല്യൂ ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ P ഇൻറ്റു Q ആണ്. വാല്യൂ ഓഫ് പ്രൊഡക്റ്റ് ഈക്വൽ ടു P ഇൻറ്റു Q. ദെൻ that is equal to price into total product. Price into total product. Q എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രൊഡക്റ്റ് ആണ്, P എന്ന് പറഞ്ഞാൽ പ്രൈസ് ആണ്. ദെൻ വാല്യൂ ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മോണിറ്ററി വാല്യൂ ഓഫ് ദ പ്രൊഡക്റ്റ്. എത്രയാണ് നിങ്ങൾക്ക് എന്താണ് ആ ഒരു കമ്മോഡിറ്റി വിറ്റതിലൂടെ നിങ്ങൾക്ക് കിട്ടിയ എത്രയാണ് ഈൽഡ് അല്ലെങ്കിൽ മോണിറ്ററി വാല്യൂ. നമ്മൾ മണി ടേംസിൽ നമ്മൾ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ പറയുന്നതിനെയാണ് വാല്യൂ ഓഫ് പ്രൊഡക്റ്റ് കിട്ടുക. നമുക്ക് എങ്ങനെയാണ് കിട്ടുക, എത്ര ക്വാണ്ടിറ്റി നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇൻറ്റു ഇറ്റ്സ് പ്രൈസ്. അതാണ് നമ്മൾ വാല്യൂ ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ. സോ ഇറ്റ് ഈസ് ദ മോണിറ്ററി വാല്യൂ ഓഫ് ദി പ്രൊഡക്റ്റ്. ദെൻ വാല്യൂ ഓഫ് ടോട്ടൽ പ്രൊഡക്റ്റ് ഈസ് ദ സമ്മേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ലേബർ പ്ലസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇത് വേറൊരു ഐഡന്റിറ്റി ആണ്, ഒരു ഇക്വേഷൻ ആണ്. വാല്യൂ ഓഫ് ടോട്ടൽ പ്രൊഡക്റ്റ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ലേബർ പ്ലസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ലേബറും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും നമ്മൾ ആഡ് ചെയ്താൽ വാല്യൂ ഓഫ് ടോട്ടൽ പ്രൊഡക്റ്റ് കിട്ടും. സോ വാല്യൂ ഓഫ് ടോട്ടൽ പ്രൊഡക്റ്റ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ലേബർ പ്ലസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. നെക്സ്റ്റ് നമ്മൾ പറയുവാണ്, നമുക്കറിയാം Q is a function of labor and capital. And we assume linear homogeneous production function, that is if we are increasing the labor and capital by a fixed quantity, like ഇപ്പം ലാംഡ ടേംസ് നമ്മൾ ലേബർ ഇൻക്രീസ് ചെയ്യുവാണ് ആൻഡ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ ലാംഡ ടേംസ് തന്നെ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് വിൽ ഓൾസോ ഗെറ്റ് ഇൻക്രീസ്ഡ്. ഇതാണ് നമ്മൾ ലീനിയർ ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. സോ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു ലീനിയർ ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് എന്ന് പറഞ്ഞു. ആൻഡ് ഇതിനകത്ത് നമ്മൾ 478 പേജ് നമ്പർ 478 ആ ഒരു ഇക്വേഷൻ ആണ് നമ്മളിപ്പം പറയുന്നത്. നമുക്കറിയാം വാല്യൂ ഓഫ് ടോട്ടൽ പ്രൊഡക്റ്റ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ലേബർ പ്ലസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ലേബർ പ്ലസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ നമുക്കറിയാം കോസ്റ്റ് ഓഫ് ലേബർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ നേരത്തെ കോസ്റ്റ് ഓഫ് ലേബർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പം ലൈക്ക് എത്ര ലേബേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്, ക്വാണ്ടിറ്റി ഓഫ് ലേബർ ഇൻറ്റു പ്രൈസ് ഓഫ് ദാറ്റ് ലേബർ, അതാണ് കോസ്റ്റ് ഓഫ് ലേബർ. ഓക്കെ, അപ്പോൾ എന്താണ് കോസ്റ്റ് ഓഫ് ലേബർ? W ഇൻറ്റു L. കോസ്റ്റ് ഓഫ് ലേബർ എന്ന് പറഞ്ഞാൽ എന്താണ്? W ഇൻറ്റു L. ആൻഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്രൈസ് ഓഫ് capital into quantity of labor, quantity of capital.
അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, വാല്യൂ ഓഫ് ടോട്ടൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം P ഇൻറ്റു Q ആണ്. വാല്യൂ ഓഫ് ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? P ഇൻറ്റു Q ആണ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ R ഇൻറ്റു K. കോസ്റ്റ് ഓഫ് ലേബർ എന്ന് പറഞ്ഞാൽ W ഇൻറ്റു L. അപ്പോൾ P എന്ന് പറഞ്ഞാൽ പ്രൈസ്, Q എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി, W എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു വേജ്, L എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ലേബേഴ്സ് എംപ്ലോയിഡ്, R എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ആൻഡ് K ഈക്വൽ ടു amount of capital. Then here we can see this equation in terms of identity equation, that is P into Q എന്ന് പറഞ്ഞാൽ that is equal to total revenue, and ഈ കോസ്റ്റ് ഓഫ് ലേബറും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും രണ്ടും കൂടി കൂട്ടിയാൽ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടും. രണ്ട് ഫാക്ടേഴ്സ് പ്രൊഡക്ഷൻ ആണുള്ളത്, ക്യാപിറ്റലും ലേബറും. അപ്പോൾ ക്യാപിറ്റലിൻ്റെ കോസ്റ്റും ലേബറിൻ്റെ കോസ്റ്റും കൂട്ടിയാൽ നമുക്ക് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ കോസ്റ്റും കിട്ടും. ആൻഡ് ഇറ്റ് ഈസ് എ കണ്ടീഷൻ ഫോർ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. അപ്പോൾ ഇതെന്താണ്? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻ കൂടിയാണ്. ഓക്കെ, ദെൻ അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷനെ, ഈ ഫസ്റ്റ് ഇക്വേഷനെ നമ്മൾ P ഇൻറ്റു Q കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ, ഇഫ് വി ആർ ഡിവൈഡിങ് ദി ഇക്വേഷൻ ബൈ P ഇൻറ്റു Q, അപ്പോൾ നമുക്ക് രണ്ട് ഭാഗത്തും P ഇൻറ്റു Q കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ P ഇൻറ്റു Q ഡിവൈഡഡ് ബൈ P ഇൻറ്റു Q ഈക്വൽ ടു W ഇൻറ്റു L ഡിവൈഡഡ് ബൈ P ഇൻറ്റു Q, R ഇൻറ്റു K ഡിവൈഡഡ് ബൈ P ഇൻറ്റു Q. അപ്പോൾ അങ്ങനെ നമുക്ക് എത്ര കിട്ടും? P ഇൻറ്റു Q ഡിവൈഡഡ് ബൈ P ഇൻറ്റു Q. ഈ ഒന്നാമത്തെ ഇക്വേഷനെ നമ്മൾ P ഇൻറ്റു Q കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുവാണ്. അപ്പോൾ P ഇൻറ്റു Q കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ P ഇൻറ്റു Q ഡിവൈഡഡ് ബൈ P ഇൻറ്റു Q എത്ര വരും? 1 ഈക്വൽ ടു W ഇൻറ്റു L ഡിവൈഡഡ് ബൈ P ഇൻറ്റു Q പ്ലസ് R ഇൻറ്റു K ഡിവൈഡഡ് ബൈ P ഇൻറ്റു Q. ഓക്കെ, അത് നേരെ തിരിച്ചു എഴുതാം, W ഇൻറ്റു L ഡിവൈഡ് ബൈ P ഇൻറ്റു Q പ്ലസ് R ഇൻറ്റു K ഡിവൈഡഡ് ബൈ P ഇൻറ്റു Q, ദാറ്റ്സ് ഈക്വൽ ടു 1. ഓക്കെ, ദെൻ അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ W ഇൻറ്റു L ഡിവൈഡഡ് ബൈ P ഇൻറ്റു Q, W ഇൻറ്റു L ഡിവൈഡഡ് ബൈ P ഇൻറ്റു Q, ദിസ് ഈസ് ദ ഷെയർ ഓഫ് ലേബർ. ഇതെന്താണ്? ഷെയർ ഓഫ് ലേബർ. അതായത് നമ്മളറിയാം W ഇൻറ്റു L എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ് അല്ലേ? ആൻഡ് നമ്മളത് ഡിവൈഡ് ചെയ്യുവാണ് P ഇൻറ്റു Q കൊണ്ട്, അത് ഷെയർ ഓഫ് ലേബർ ആണ്. ആൻഡ് ഈ R ഇൻറ്റു K ഡിവൈഡഡ് ബൈ P ഇൻറ്റു Q എന്താണ്? ഷെയർ ഓഫ് ക്യാപിറ്റൽ ആണ്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ചെയ്ത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് 1 കിട്ടും. ഓക്കെ, ആൻഡ് നമ്മൾ യൂലേഴ്സ് തിയറത്തിലേക്കാണ് വരുന്നത്. ഇപ്പോൾ യൂലേഴ്സ് തിയറം എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ സ്വിസ് മാത്തമാറ്റീഷ്യൻ ലിയോൺ ഹാർഡ് യൂലർ എന്ന് പറയുന്ന ഒരു സ്വിസ് മാത്തമാറ്റീഷ്യൻ ആണ് ഈ യൂലേഴ്സ് തിയറം ഉണ്ടാക്കിയത്. ഇറ്റ് അപ്ലൈസ് ടു ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അതായത് ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഹോമോജീനിയസ് ഓഫ് ഡിഗ്രി 1, അതായത് നമുക്കറിയാം കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ഫോളോ ചെയ്യുന്ന പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ദാറ്റ് ഈസ് ലീനിയർലി ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇഫ് ക്യാപിറ്റൽ ആൻഡ് ലേബർ ആർ ഇൻക്രീസ്ഡ് ബൈ എ certain constant, then total product will be added by that constant or increased by that constant. ഇതാണ് നമ്മുടെ യൂലേഴ്സ് തിയറം എന്ന് പറയുന്നത്. അപ്പോൾ യൂലേഴ്സ് തിയറത്തിൽ നമ്മൾ പറയുവാണ് ഇത് ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് ഇത് ഫോളോ ചെയ്യുന്നത്. അവിടെ ടോട്ടൽ പ്രൊഡക്റ്റ് എക്സോസ്റ്റ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ നമ്മൾ പറയുവാണ് ഇഫ് ദി ഫാക്ടർ പേയ്മെന്റ്സ് ആർ അക്കോർഡിംഗ് ടു ദെയർ മാർജിനൽ പ്രൊഡക്റ്റ്, മാർജിനൽ പ്രൊഡക്റ്റിനനുസരിച്ചിട്ട് നമ്മൾ ടോട്ടൽ ഇവർക്ക് റിവാർഡ് കൊടുക്കുവാണ്, ലേബറിനും ക്യാപിറ്റലിനും നമ്മൾ റിവാർഡ് കൊടുക്കുവാണ് അക്കോർഡിംഗ് ടു ദെയർ മാർജിനൽ പ്രൊഡക്റ്റ്, ദെൻ ടോട്ടൽ പ്രൊഡക്റ്റ് വിൽ എക്സോസ്റ്റഡ്, ടോട്ടൽ പ്രൊഡക്റ്റ് അവിടെ തീർന്നു പോകും വിത്ത് നോ സർപ്ലസ് ഓർ ഡെഫിസിറ്റ്, അവിടെ ഡെഫിസിറ്റും ഉണ്ടാവില്ല സർപ്ലസും ഉണ്ടാവില്ല. ദെൻ